സഖാക്കൾ തന്നെ CPM-ന്റെ പോരായ്മകൾ തുറന്നു പറഞ്ഞു തുടങ്ങി. വെറും സഖാവല്ല, മുഖ്യമന്ത്രിയുടെ പ്രത്യേക സെക്രട്ടറി ആയിരുന്ന കറകളഞ്ഞ CPM എന്ന് പറയുന്നത് ഹൃദയത്തിൽ സൂക്ഷിച്ച പുത്തലത്ത് ദിനേശനെ പ്രേക്ഷകർക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. പുത്തലത്ത് ദിനേശൻ ധാരാളം വാർത്തകളിലൊക്കെ നിറഞ്ഞുന്ന വ്യക്തിയാണ്. CPM-ന്റെ ഒരു യഥാർത്ഥ പിണറായിസം എന്നത് മുറുക്ക പിടിച്ച വ്യക്തിയാണ്. പി ശശിയൊക്കെ പോലെ മുറുക്ക പിടിച്ച വ്യക്തി കൂടിയാണ് പുത്തലത്ത് ദിനേശൻ. അദ്ദേഹം പറയുന്നു, ഒരുപാട് പോരായ്മകൾ, ചിന്തിക്കുന്നതിനപ്പുറമുള്ള പോരായ്മകളിലൂടെയാണ് CPM എന്ന പാർട്ടിയും ഇടതുപക്ഷവും കടന്നു വന്നത്. പയ്യന്നൂർ, തളിപ്പറമ്പ് നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM എടുത്ത എല്ലാ തീരുമാനങ്ങളും പാളി എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ടാണ് പുത്തലത്ത് ദിനേശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അയ്യപ്പ സംഗമം സർക്കാർ പരിപാടിയാണെന്ന UDF പ്രചരണം ജനങ്ങളെ സ്വാധീനിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം സമ്മേളനത്തിൽ വായിച്ചത് ശരിയായില്ല എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A. പത്മകുമാറിനെതിരെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് നടപടിയെടുക്കാത്തത് ഒരു പോരായ്മയാണ്. പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച 6 പേർ LDF-നെതിരായി മത്സരിച്ചത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കി. G. സുധാകരൻ അടക്കം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിലെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളോട് വ്യക്തമായും വിമർശനപരമായും പ്രസ്താവന നൽകുന്നതിൽ അല്ലെങ്കിൽ മറുപടി നൽകുന്നതിൽ, അതിനോട് പ്രതികരിക്കുന്നതിൽ പാർട്ടി നേതൃത്വം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. LDF മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ ജനങ്ങളെ ആകർഷിക്കുന്ന സ്ഥിതി ഉണ്ടായില്ല എന്നും കുറിപ്പിൽ വിമർശനം ഉണ്ട്. UDF നടത്തിയ കള്ളപ്രചാര വേളകളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ പോരായ്മ സംഭവിച്ചു. അത് കള്ളപ്രതിരോധ അല്ലെങ്കിൽ കള്ളപ്രചാര വേല എന്ന് പറയുന്നത് പലതും UDF പറഞ്ഞത് സത്യമായിരുന്നു. ജനങ്ങൾക്കതൊക്കെ അറിയാം. ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. ഇതിനിടയിലൂടെ എറിഞ്ഞു നോക്കുകയാണ് പുത്തലത്ത് ദിനേശന് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ദിനേശൻ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് ഇതിനോട് സാധാരണ ജനങ്ങൾക്ക്, സാധാരണ സഖാക്കൾക്ക് പ്രതികരിക്കാനുള്ളത്. എന്തായാലും ദിനേശൻ കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇനി ദിനേശനെതിരെ നടപടി ഉണ്ടാകുമോ എന്നറിയില്ല. മാത്രമല്ല, ഇതിനകത്തൊന്നും തന്നെ പിണറായി വിജയൻ എന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ MV ഗോവിന്ദനെയോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. പൊതുവെ പാർട്ടിയുടെ കാര്യങ്ങളാണ് ദിനേശൻ പറഞ്ഞിരിക്കുന്നത്. നന്നായി, തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. എല്ലാത്തിലും പരാജയമുണ്ടായി, എല്ലാത്തിലും പോരായ്മയുണ്ടായി, എല്ലാത്തിലും വലിയ തിരിച്ചടി ഉണ്ടായി. CPM-ന്റെ ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ ഒരു മേഖലയിലൂടെയാണ് CPM കടന്നുപോയത്. ഇനിയും അങ്ങനെ തന്നെ പോകും. തിരുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുകൂടി തീർച്ചയായിട്ടും പുത്തലത്ത് ദിനേശനോട് പറയുകയാണ്. ദിനേശന്റെ അവലോകനവും മറ്റു കാര്യങ്ങളുമൊക്കെ നന്നായി തിരുത്തി പ്രാവർത്തികമാക്കിയാൽ CPM-നും നിങ്ങൾക്കുമൊക്കെ കൊള്ളാം.